ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലൈവിൽ ലക്ഷ്മി ആര്യനോട് പറയുകയാണ്, ആ ഒരു പാത്രത്തിൽ കുറച്ച് ചോറുണ്ട്, ആ ചോറൊരു ബൗളിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആ പാത്രം കഴുകി വെക്കണമെന്ന്. അങ്ങനെ ആര്യൻ നോക്കുന്ന സമയത്ത് അതിൽ വളരെ കുറച്ച് ചോറ്, അതായത് ഏകദേശം 1-2 ഉരുള അത്ര മാത്രമേ ചോറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആര്യൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഈ ഒരു ചോറ് വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ഒരൊറ്റ പീസ് ചിക്കൻ പീസും കുറച്ച് ഗ്രേവിയും ചിക്കൻ്റെ കുറച്ച് ചാറും കൂട്ടി കുഴച്ചിട്ട് ആര്യനത് കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈ കഴിക്കാൻ തുടങ്ങുന്ന സമയത്തെ ഒരു ഉരുളി എടുത്തിട്ട് വായിലേക്ക് ഇടാൻ പോകുന്ന സമയത്ത് ലക്ഷ്മി ഇത് കണ്ടുകൊണ്ട് വരികയാണ്. ലക്ഷ്മി വല്ലാത്ത രീതിയിൽ ആര്യനോട് ദേഷ്യപ്പെടുകയാണ്. അതായത് ലക്ഷ്മി പറയുന്നത് ഈ റേഷൻ എല്ലാവർക്കും ഈക്വലി ഉള്ളതാണ്, അല്ലാതെ ആര്യന് പ്രത്യേകതയൊന്നും ഇല്ല, ആര്യന് ഒരു തരത്തിലുള്ള സ്പെഷ്യാലിറ്റിയും ഇല്ല, ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആക്കാൻ പാടില്ല എന്നൊക്കെ. ആര്യൻ വായിലേക്ക് ആ ഒരു ഉരുള ചോറ് വായിലേക്ക് ഇടാൻ തുടങ്ങുന്ന സമയത്ത് അത് തട്ടിപ്പറിക്കുകയാണ്, ആരിൽ നിന്നും ബലമായി പിടിച്ച് വാങ്ങുകയാണ്. ആ സമയത്ത് അനുമോളൊക്കെ പറയുന്നുണ്ട്, ഒരിക്കലും ലക്ഷ്മി അങ്ങനെ ചെയ്യരുത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങാൻ പാടില്ല, ബലമായി പിടിച്ച് വാങ്ങാൻ പാടില്ല എന്നൊക്കെ. ലക്ഷ്മി അപ്പോഴും സമ്മതിക്കില്ല. ആര്യൻ്റെ കയ്യിൽ നിന്നും ആ കൂട്ടിക്കുഴച്ച് വെച്ചിരിക്കുന്ന ആ ബൗളിനകത്തുള്ള ചോറ് മുഴുവൻ വാങ്ങി ലക്ഷ്മി കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ആര്യൻ അതിനകത്ത് ഒരൊറ്റ പീസ് ചോറും അല്പം ചിക്കൻ്റെ ഗ്രേവി മാത്രമേ എടുത്തിട്ടുള്ളൂ, അതും വേസ്റ്റ് ആക്കരുതല്ലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ലക്ഷ്മി ആര്യൻ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ചോറ് എടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നു. എന്നിട്ട് ലക്ഷ്മി പറയുകയാണ്, ഈ ചോറ് ഞാൻ നിനക്ക് വൈകുന്നേരം ചൂടാക്കി തരാം, എന്നാലും ഇപ്പോൾ ഞാൻ നിനക്ക് തരില്ല. ഈ പറയുന്നതിലൂടെ ലക്ഷ്മിയുടെ ആ ഒരു ധാർഷ്ട്യം എന്താണ് എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഷാനവാസ് വല്യേട്ടൻ വരുന്നുണ്ട്. വല്യേട്ടൻ വന്നിട്ട് അനുമോളോട് പറയുകയാണ്, ലക്ഷ്മിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നീ ആരാണ്? ഈ റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി ഉള്ളതാണ്, അങ്ങനെ ഇരിക്കെ ചിക്കൻ പീസ് ഒരാൾ മാത്രം എടുക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ ആര്യനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ആര്യന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ ഒന്നുമല്ല. ആര്യൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, കാരണം റേഷൻ എന്നത് എല്ലാവർക്കും ഈക്വലി ഉള്ളത് തന്നെയാണ്. എന്നാൽ ലക്ഷ്മി കാണിച്ച ലക്ഷ്മിയുടെ ആ ഒരു പെരുമാറ്റ രീതി അത് എങ്ങനെയാണ് എന്നത് പ്രേക്ഷകർ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലക്ഷ്മി ഒരു തരത്തിലൊരു ബോസി സ്വഭാവമാണ്, അതായത് മറ്റുള്ളവരെ ആജ്ഞാപിക്കുക, അവരെ അടിമകളെ പോലെ കാണുക, അടിമകളെ പോലെ സംസാരിക്കുക എന്നുള്ള ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റ രീതിയാണ് പലപ്പോഴും ലക്ഷ്മിക്ക് ഉള്ളത്. അതായത് എല്ലാവർക്കും അത് ഒരുപോലെ അക്സെപ്റ്റബിൾ ആവണം എന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ തന്നെ ആര്യൻ തിരിച്ചൊന്നും പറയുന്നില്ല, കാരണം ലക്ഷ്മി അത്തരത്തിൽ സംസാരിച്ചത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും അത്രയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ആര്യൻ അത് വലിയൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ അത് ഫീൽ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ആര്യൻ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടാകുമായിരുന്നു. എന്നാൽ പ്രതികരിക്കണമായിരുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലക്ഷ്മി വളരെയധികം മോശമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. ഒരു ഉരുള ചോറ് അല്ലെങ്കിൽ ഒരു 2 ഉരുള ചോറ് ആ വ്യക്തി ഒന്ന് കഴിച്ചു എന്ന് കരുതിയിട്ട് ഇപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹ്യൂമാനിറ്റി, മാനുഷിക പരിഗണന, ഈ പദങ്ങളുടെയൊക്കെ അർത്ഥം എന്താണ് എന്നത് ലക്ഷ്മിയെ പോലുള്ളവർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊന്നും തന്നെ കാണിക്കാൻ നിൽക്കുകയില്ല. ആര്യൻ ഒരു പിടി ചോറ് കഴിച്ചു എന്ന് കരുതിയിട്ട് ഒരാളുടെയും റേഷൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും ലക്ഷ്മി കാണിച്ചിരിക്കുന്നത് വളരെയധികം മോശമായിപ്പോയി. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.